നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. ഈ വാരം 1199 മിഥുനമാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 22 മുതൽ 28 വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വാരഫലത്തിൽ നാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മകരം, കുംഭം, മീനം ഈ രാശിക്കാരെയാണ്. ആദ്യമായി നമുക്ക് മകരം രാശിയിലേക്ക് വരാം. ഇതാകുന്നു മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിക്കാർക്ക് രാശി ശൂന്യമാണ്. 2-ാം ഭാവത്തിൽ ശനി, 3-ൽ രാഹു, 4-ൽ ചൊവ്വ, 5-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 9-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ പ്രായണ മകരം രാശിക്കാർക്ക് ബലവാനായി 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ഒരു രാശിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി ആ രാശിയുടെ അധിപന്റെ പൊസിഷനാണ്, സ്ഥിതിയാണ് നമുക്ക് പ്രധാനം. 2-ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നത് പ്രായണ നന്മകളെ പ്രദാനം ചെയ്യുന്നു, ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്നു. 2-ലെ ശനി ഭൂരിദ്രവ്യോ നൃപഹൃത ധനി ഭക്തരോഗി ദ്വിതീയെ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. ഭൂരിദ്രവ്യ ധാരാളം കാശുണ്ടാകും. നൃപഹൃത ധനി രാജാവ് ധനത്തെ അപഹരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ശത്രുസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട്, രേഖാപരമായ വിഷയത്തിലൊക്കെ ഗവൺമെൻറ്റുമായി, സെയിൽ ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഈ ആഴ്ച കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെഡേക്സ് സൃഷ്ടിക്കപ്പെടുന്ന വാരമാണ്, ശ്രദ്ധിക്കുക. കാരണം ധാരാളം ശത്രുക്കളുള്ള വാരമാണിത്. 12-ലെ ചന്ദ്രൻ തന്നെ ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത, ശത്രുക്കളെയും നേത്രങ്ങളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ശത്രു വിഷയം നന്നായിട്ട് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു വാരമാണ്. ശത്രുക്കൾ നമുക്കെതിരെ എന്തെങ്കിലും ചില ഇൻഫർമേഷൻ നൽകി നമ്മളെ കുടുക്കുവാനുള്ള സാധ്യതകൾ ഈ വാരത്തിൽ കൂടുതലാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നല്ല സഹായസ്ഥാനത്ത് നിൽക്കുന്നു, ബലവാനാണ്. 4-ലെ ചൊവ്വ രാജാവിൽ നിന്നും അധികാരം ലഭിക്കുവാനുള്ള യോഗം കൂടുതലാണ്. കൃപ വസ്ത്ര ഭൂമിർ ലഭ്യത ക്ഷമാപാത്, രാജാവിൽ നിന്നും കൃപ, അംഗീകാരം, വസ്ത്രവും ഭൂമിയും ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് അധികാരങ്ങൾ ലഭിക്കുന്നു പ്രായണ കർമ്മമേഖലയിൽ. 5-ാം ഭാവത്തിലെ വ്യാഴം എഴുത്തുകാർക്കും വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യുന്നവർക്കും പരീക്ഷകൾക്കൊക്കെ പോയാൽ അനുകൂലമായി ഈ വാരം റിസൾട്ട് വരുന്ന സമയമാണ്. നന്നായി പരിശ്രമിക്കുക. ഇവിടെ യാത്രാവധി, യാത്രയെ ചിന്തിക്കുന്ന ഗ്രഹം ദുർബലമാണെങ്കിലും അതിന് വേണ്ടുന്ന പരീക്ഷയൊക്കെ തയ്യാറെടുക്കാം ഈ 5-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സമയത്ത്. ഇവിടെ ഹോൾ ടിക്കറ്റുമായി പോകുന്ന വിദ്യാർത്ഥിക്ക് ട്രെയിൻ ലേറ്റ് ആവുക, ബസ് ലേറ്റ് ആവുക, എന്നിട്ട് പരീക്ഷാ ഹാളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇതേ 6-ൽ നിൽക്കുന്ന സൂര്യനും ശുക്രനും ബുധനും. ആത്മയേവ ഹ്യാത്മനോ ബന്ധുഹു, ആത്മയേവ ഹ്യാത്മനോ ശത്രുഹു. തൻ്റെ ബന്ധു താൻ തന്നെയാണ്, തൻ്റെ ശത്രുവും താൻ തന്നെയാണ്. അതുകൊണ്ട് യാത്രാവേളയിലൊക്കെ വിലപ്പെട്ട രേഖകളൊക്കെ ഉപേക്ഷിച്ച് വഴിയിൽ വീണുപോവുക, നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെ സംഭവിക്കുന്ന വാരമാണ്. താൻ തന്നെ തനിക്ക് ശത്രുവാകരുത്. ഉദ്ധരേത് ആത്മനാത്മാനം എന്നാണ് നമ്മുടെ സൂക്തങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിച്ചത്. താൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം. പരസഹായം ഇല്ലാതെ ഈ വാരം മുന്നോട്ട് നീങ്ങുക. മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി നാം മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും ഈ വാരത്ത് വരുന്നതാണ്. ഞാൻ പറഞ്ഞു, ശത്രുദോഷം നന്നായിട്ട് അനുഭവപ്പെടുന്ന വാരമാണ്. ഇവിടെ കർമ്മമേഖലയിലുള്ള ശത്രുദോഷ പരിഹാരമായി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട് ചെയ്യുക ദേവിക്ക്. അതേ രീതിയിൽ ശത്രുസംഹാര കുരുതി ചെയ്ത് ഈ കർമ്മദോഷങ്ങളെ അകറ്റുക. ചൊവ്വാഴ്ച ചെയ്താലും ഇതേ ഫലം തന്നെ ഉണ്ടാകും. അച്ഛനും അച്ഛൻ്റെ ആളുകളുമായി രമ്യതയിലും രഞ്ജിപ്പിലും നീങ്ങേണ്ട വാരമാണിത്. കാരണം അതൃപ്തി പിതാവിനുണ്ടാകുന്ന സമയമാണ്. 12-ലെ ചന്ദ്രനും അതേ ഫലമാണ് പറയുന്നത്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ
അച്ഛനെയും അമ്മയെയും ചിന്തിച്ചിട്ട് ഉള്ളിൽ വിഷാദം, ദുഃഖമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയവും വളരെ ശ്രദ്ധിക്കേണ്ട വാരമാണ്. ഇവിടെ 9ാം ഭാവാധിപനാണ് 6ൽ നിൽക്കുന്നത്. പൂർവികരായി ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യത്തിന് ദോഷം വരുന്ന വാരമാകുന്നു. അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ സന്ദർശനം ചെയ്യുക, അവിടെ ദൈവികമായി ചെയ്യേണ്ടുന്ന വഴിപാടുകൾ, അർച്ചനകൾ ചെയ്ത് ദോഷപരിഹാര നിവൃത്തി ചെയ്യുക. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. 4ാം ഭാവത്തിൽ ഭൂമികാരകനായ ചൊവ്വ ബലവാനായി നിൽക്കുന്നു. ക്രയവിക്രയത്തിന് വളരെ അനുകൂലമായ ഒരു വാരമാണിത്. അനുകൂല ദിവസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. 22ാം തീയതി ശനിയാഴ്ച, മൂലം നക്ഷത്രം, ഇതിനൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. 24ാം തീയതി തിങ്കളാഴ്ച, ഉത്രാടം നക്ഷത്രം, എഗ്രിമെന്റ് ഉണ്ടാക്കാം, കാശ് വാങ്ങാം, കൊടുക്കാം, രേഖകളൊക്കെ പരസ്പരം കൈമാറാൻ അനുകൂലമായ ദിവസമാണ് 24ാം തീയതി തിങ്കളാഴ്ച. 26ാം തീയതി ബുധനാഴ്ചയും 27ാം തീയതി വ്യാഴാഴ്ചയും അവിട്ടവും ചതയവും നക്ഷത്രങ്ങളും പ്രായണ അനുകൂലമായ ദിനങ്ങളാകുന്നു മകരം രാശിക്കാർ. മേൽപ്പറഞ്ഞ ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകളും കർമ്മ തടസ്സങ്ങളുമൊക്കെ മാറ്റി ഈ വാരത്തെ മകരം രാശിക്കാർക്ക് കൂടുതൽ മഹത്തരമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ മാരാർജി അടുത്ത കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഈ പ്രാർത്ഥന ഞാനിപ്പോൾ ചൊല്ലിയത് ശനീശ്വരന് വേണ്ടിയാണ്. ഇവിടെ മകരം രാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും മീനം രാശിക്കാർക്കും നാം ഈ 3 രാശിക്കാരെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവർക്കൊക്കെ 7ര ശനിയുടെ കാലമാകുന്നു. മകരം രാശിക്കാർക്ക് ശനി 2ലും, കുംഭം രാശിക്കാർക്ക് ജന്മശനിയും, മീനം രാശിക്കാർക്ക് 12ൽ ശനിയും ചാരവശാൽ സഞ്ചരിക്കുന്ന വാരമാകുന്നു. ഇനി കുംഭം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം. കുംഭം രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു കുംഭം രാശി. കുംഭം രാശിയുടെ എംബ്ലം, ചിഹ്നം തന്നെ രക്തകുംഭധാരി നരഹ എന്നാണ്. ഒരു ഒഴിഞ്ഞ കുടവുമായി നദീതീരത്തിലേക്ക് അല്ലെങ്കിൽ പുഴക്കരയിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്. ഒഴിഞ്ഞ കുടമാണ്. ആ ഒഴിഞ്ഞ കുടത്തിൽ ജലം കൊണ്ടുവരാനുള്ള പ്രതീക്ഷയിലേക്ക് നീങ്ങുന്ന രാശിയാകുന്നു കുംഭം രാശി. കുംഭം പ്രതീക്ഷയുടെ രാശിയാകുന്നു. എപ്പോഴും പ്രതീക്ഷ കൂടുതലുള്ള സ്വപ്നാടകരായ രാശിക്കാരാകുന്നു കുംഭം രാശിക്കാർ. ഇവിടെ ഇന്ന് കുംഭം രാശിയിൽ ശനി ബലവാനായി നിൽക്കുന്നു. 2ൽ രാഹു, 3ൽ ചൊവ്വ, 4ൽ വ്യാഴം, 5ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, അഷ്ടമത്തിൽ കേതു, 11ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ശശമഹായോഗം ചെയ്ത് കുംഭൻ രാശിയിൽ ശനി ബലവാനായി നിൽക്കുന്നു. അധികാരികളുടെ പ്രിയത്വം കൈവരുന്ന വാരമാകുന്നു ഈ വാരം കുംഭൻ രാശിക്കാർക്ക്. ഊർധ്വമുഖ രാശിയാണ്. ഊർധ്വാസ്യ തനുകെ പ്രസൂതിഹി. പുതിയ പദ്ധതി ആരംഭം, തുടക്കം, ഗതകാര്യാരംഭിണ പൃച്ഛതാം ഔന്നത്യം, യാത്രാ, പോക്കുവരവ് ഒക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഉയർച്ചയുണ്ടാകുന്നു. നല്ല പൗരുഷവും തൻ്റെ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കരുത്തും യശസ്സും ധനവും കുംഭം രാശിക്കാർക്ക് ഈ വാരത്തിൽ ലഭിക്കുന്നു. 4ലെ വ്യാഴം തപസ്വി എന്നാണ് ഫലം പറഞ്ഞത് ഹോരാചാര്യർ. ലഗ്നത്തിലെ ശനിയും ഒരു തപസ്വിയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ലോക യോഗാ ദിനമൊക്കെ കഴിഞ്ഞ സമയമാണ്. കുംഭൻ രാശിക്കാർക്ക് ഏകാഗ്രമായി ധ്യാനിക്കുവാനുള്ള ഒരു അസുലഭമായ മാനസികമായ ഊർജം പ്രദാനം ചെയ്യുന്നു ഈ രാശി. ഈ രാശിയിൽ നിൽക്കുന്ന ശനിയും. അമ്മയെ നന്നായി ശുശ്രൂഷിക്കേണ്ടുന്ന വാരമാണിത്. ഈ വാരം വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ വാരമാകുന്നു. അവരുടെ യാത്ര, പഠനം ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണപരമായ ഒരു പര്യവസാനത്തിലേക്ക് നീങ്ങുന്ന വാരമാണ്. സൂക്ഷ്മമായ ബുദ്ധി മറ്റ് പലർക്കും ഉപദേശിച്ചു കൊടുത്ത് തൻ്റെ കാര്യങ്ങൾ നേടുവാനും സാമ്പത്തികമായ ഔന്നത്യത്തിനും ഈ വാരം വിനിയോഗിക്കണം കുംഭൻ രാശിക്കാർ.
ഭൂമി കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ഉപായത്തിലൂടെ ഭൂമി ക്രയവിക്രയത്തിനും വാങ്ങുവാനും കൊടുക്കുവാനും ഈ ബുധൻ, 5-ൽ നിൽക്കുന്ന ബുധൻ വളരെ നന്നായി സഹായിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അങ്ങേയറ്റം തൻ്റെ സന്താനങ്ങൾക്ക് ഏറ്റവും അധികം ബൗദ്ധിക തലത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ അതിശക്തമായി 5-ാം ഭാവത്തിൽ ബുധക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉദരരോഗം, വയറുവേദനയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. ഗ്യാസ്ട്രിക് ആയിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷനും മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പൈൽസിലേക്ക് പോകുന്ന വാരമാണ്. അഷ്ടമത്തിൽ കേതുവാണ്. മദ്യപന്മാർ വളരെ ശ്രദ്ധിക്കണം. സ്വതേ കുംഭൻ രാശിക്ക് കലഞ്ചരാശി, മദ്യരാശി എന്നൊരു പേര് പോലുമുണ്ട്. അതിനാൽ മദ്യസംബന്ധമായ മദ്യപന്മാർ വളരെയധികം ശ്രദ്ധിക്കുക. മദ്യത്തിലൂടെ വരുന്ന ക്ലേശങ്ങൾ ഫാമിലി ലൈഫിനെ ബാധിക്കാതെ നോക്കുക. സമൂഹത്തിലുള്ള തൻ്റെ ക്രെഡിബിലിറ്റിയെ ഏതെങ്കിലും രീതിയിൽ വിഷമകരമായി ഭവിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. കർമ്മമേഖല വളരെ ശക്തമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മതിവിക്രമവാൻ, ശക്തമായി തൻ്റെ കർമ്മത്തിലുള്ള തൻ്റെ സാന്നിധ്യം, താൻ ആരാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു സമുചിതമായ അന്തരീക്ഷമാണ് കുംഭം രാശിക്കാർക്ക് സംജാതമായിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ രാശി കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വാരമാണ്. അനുകൂലമായ ദിവസങ്ങൾ 22-ാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ നല്ല ഒരു അനുഭവം തരുന്ന ദിനമാണ്. ഒരു വിഷയം മാത്രം ശ്രദ്ധിക്കുക, അന്ന് ധനപരമായ ഇടപാടുകൾ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. 24-ാം തീയതി തിങ്കളാഴ്ച ഉത്രാടവും നല്ല ദിനമാണ്. 26-ാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രം ഏറ്റവും നന്നായി കുംഭൻ രാശിക്കാർക്ക് വാങ്ങുവാനും കൊടുക്കുവാനും കാര്യങ്ങളൊക്കെ നീക്കുവാനും ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിനും ബ്രോക്കറേജിനും ഒക്കെ അനുകൂലമായ ദിനമാണ് 26-ാം തീയതി ബുധനാഴ്ച. അതേ രീതിയിൽ 27-ാം തീയതി വ്യാഴാഴ്ചയും വളരെ അനുകൂലമായ ദിനമാണ്. പ്രത്യേകിച്ച് പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ നാഗക്ഷേത്രത്തിൽ ആയില്യ പൂജയോ സർപ്പബലിയോ പരിഹാരമായി ചെയ്യാവുന്നതാണ്. എല്ലാ കുംഭൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം ഡോക്ടർ മാരാർജി നേരുന്നു. അടുത്തതായി ഈ 12 രാശികളിലും അവസാനത്തെ രാശിയായ മീനം രാശിയെ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. മീനം രാശി എന്ന് വെച്ചാൽ അവസാനത്തെ ഈ രാശി പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളുടെ രാശിയാകുന്നു മീനം രാശി. ഇന്ന് രാശിയിൽ രാഹു ഉണ്ട്, 2-ൽ ചൊവ്വ, 3-ൽ വ്യാഴം, 4-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 7-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ മീനം രാശിക്കാർക്ക് ലഗ്നാധിപനായ വ്യാഴം പ്രായണ ദുർബലമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. കൃപണഹ എന്നാണ് അതിന് ഫലം പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടാലും ലലാടോദയെ അർത്ഥലാഭവുന്ന തദ്വൽ നിത്യത്തടത്തിന് നേരെ വന്നാലും അനുഭവങ്ങൾ കുറയുക എന്നൊരു ദോഷമുണ്ട്. ലഗ്നത്തിലെ രാഹുവും ശാരീരികമായി ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ജാഗ്രത പാലിക്കേണ്ടതാണ്. രാഹു പ്രീതി ചെയ്യുന്നത് വളരെ ഈ വാരത്തിൽ നല്ലതാണ്. രാഹു ഇനിയും കുറേ കാലം മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ലഗ്നത്തിന് ഇരുവറവും പാപഗ്രഹങ്ങളാകയാൽ മീനൻ രാശി ജലരാശിയാകുന്നു. ആ ജലരാശിയുടെ ഇരുവറവും പാപഗ്രഹങ്ങളാണ്. അതുകൊണ്ട് വിദ്യാലയത്തിൽ പാലം കടന്നു പോകുന്ന, തോട് മുറിച്ച് കിടക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ വീഴാൻ യോഗമുള്ള ഒരു സമയമാണിത്. അതിന് പുറമെ കടലിൽ പോകുന്ന ഫിഷർമാൻ വളരെയധികം ശ്രദ്ധിക്കണം. പ്രകൃതിക്ഷോഭം മൂലം വഞ്ചികൾ അപകടത്തിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടുന്ന ഒരു വാരമാണിത്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ജലം ശത്രുവായി വരുമെന്നാണ്. നദീനാം ശസ്ത്രപാണിനാം, നദികളെ വിശ്വസിക്കരുതെന്നാണ് ആചാര്യർ പറഞ്ഞിട്ടുള്ളത്. വേലിയേറ്റവും വേലിയിറക്കവും ജലത്തിൻ്റെ സഞ്ചാരപഥത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ വളരെയധികം ജലയാത്ര ശ്രദ്ധിക്കുക. നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 2-ലെ ചൊവ്വ അനാവശ്യമായി ധനപരമായ വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് നശിച്ചു പോകുന്ന ഒരു സ്ഥിതി സംജാതമാകുന്നു. ധാരാളം കാശ് വരും. ആ കാശിനെ രക്ഷിക്കുവാനും കൂടി പഠിക്കുക ഈ 2-ലെ ചൊവ്വയുള്ള മീനം രാശിക്കാർ. 3-ാം ഭാവത്തിലെ വ്യാഴം സഹോദര ഗുണം നന്നായി
പ്രദാനം ചെയ്യുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല രമ്യതയിലെത്താനാവുന്ന ഒരു സമയമാണ്. 4-ാം ഭാവം അധോമുഖ രാശിയാണ്. വാഹനം, 2 വീലർ അല്ലെങ്കിൽ വലിയ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമി വാങ്ങൽ, പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ, ഒപ്പിടൽ, ഇതിനൊക്കെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും സൂര്യനും ശുക്രനും വളരെയധികം സഹായകരമാണ്. തൻ്റെ ഊർജ്ജസ്വലത കാരണം മറ്റുള്ളവർ തൻ്റെ ശത്രുക്കളാവുന്ന വാരമാണ്. ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്നാണ്. ദേശം വിട്ടു പോകേണ്ടതിന് അവസ്ഥ സംജാതമാകും. ആവശ്യത്തിന് ഗുണമുണ്ടെങ്കിൽ മാത്രം ദേശം വിട്ടു പോവുക, അല്ലെങ്കിൽ തൽക്കാലം ആ വിഷയത്തിലേക്ക് മാറി നിൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. മീനൻ രാശിക്കാർക്ക് യാത്ര ചെയ്താലും ഗുണം ലഭിക്കില്ല. 7-ലെ കേതു, ഞാൻ പറഞ്ഞു, പല്ലുകളെ സംബന്ധിച്ച ക്ലേശങ്ങളും യൂറോളജിയായിട്ട് ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും ഉണ്ടാകും. അന്യമതസ്ഥരുമായി ബന്ധപ്പെടുന്ന ജനവിഭാഗങ്ങളുമായി വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുക്കുന്ന വാരമാണ്. തർക്കത്തിന് പോകരുത് മീനം രാശിക്കാർ. 10-ാം ഭാവത്തിലെ ചന്ദ്രൻ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. വിവാഹ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ വാരമാകുന്നു. വിവാഹ തീരുമാനങ്ങളാകാം. ഇതിനൊക്കെ പുതിയ ബന്ധുക്കൾ തന്നെ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. യുവതി യുവാക്കൾക്ക് വൈവാഹിക വിഷയത്തിൽ മീനൻ രാശി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. 12-ലെ ശനി, ശാരീരികമായി ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കള്ളൻ്റെ ഉപദ്രവം വീട്ടിൽ വരിക. അതുകൊണ്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങളും കാശുകളും ശ്രദ്ധിക്കുക. അനുകൂലമായ ദിവസങ്ങൾ മീനം രാശിക്കാർക്ക് 22-ാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ ഗുണമാണ്. സാമ്പത്തിക ഇടപെടലുകൾ മൂലം നക്ഷത്രത്തിൽ വേണ്ട. ബാക്കി എല്ലാ കാര്യത്തിനും മൂലം നക്ഷത്രം വളരെ ഗുണമാണ്. 24-ാം തീയതി തിങ്കളാഴ്ച വളരെ ഉത്തമമായ ഉത്രാടം നക്ഷത്രമാണ് മീനൻ രാശിക്കാർക്ക്. എല്ലാ കാര്യങ്ങളും സുഖകരമായിട്ട് ചെയ്യാം. പിന്നീട് 26-ാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രവും 27-ാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും അനുകൂലമായ ദിനങ്ങളാണ്. ഈ 3 രാശിക്കാർക്കും, മകരം, കുംഭം, മീനം രാശിക്കാർക്കും എപ്പോഴും ശനിയാഴ്ചകളിൽ ശനിപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിച്ച് ശനിയാഴ്ച വീട്ടിൽ ശുദ്ധമായ എള്ളെണ്ണ 5 തിരി ചേർത്ത് കാലത്ത് 6:15 മുതൽ 7:15 വരെയുള്ള സമയത്ത് കത്തിച്ചു വെക്കുക. പ്രാർത്ഥിക്കുക. ശനീശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏതായാലും മകരം, കുംഭം, മീനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെല്ലാം ഡോക്ടർ മാരാർജി സവിസ്തരം പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.